നൽകുന്ന സന്ദേശം. ഇന്ത്യ വായിച്ചു നോക്കൂ നിങ്ങൾ. ഇത്ര മനോഹരമായ ഒരു ദേശത്തിന്റെ കഥ പറയാൻ മറ്റൊരാൾക്കും കഴിയില്ല. എല്ലാ ഇസങ്ങളെയും എല്ലാ മതങ്ങളെയും ചേർത്ത് സ്വീകരിച്ച ഒരു മണ്ണിന്റെ കഥയാണ് ഇന്ത്യ പറയുന്നത്. സെന്റ് തോമസ് ക്രൈസ്തവ ദർശനങ്ങളുമായി കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ക്രിസ്തീയ ദർശനങ്ങൾ പ്രബോധനം ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത കേരളത്തിന്റെ ഇന്ത്യയുടെ മണ്ണ്. മാലിക് ബിൻ ദിനാറും കൂട്ടരും ഇസ്ലാമിക സന്ദേശങ്ങളുമായി കടന്നു വന്നപ്പോ ആ ഇസ്ലാമിക സന്ദേശങ്ങൾക്ക് പ്രബോധനം നടത്തുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത മണ്ണ്. തുളസീദാസ് എന്ന് പറയുന്ന ഹിന്ദു ആത്മീയ ആചാര്യന് രാമായണം എഴുതുവാൻ ഒരു മുസ്ലിം മസ്ജിദിന്റെ മുറ്റത്ത് പായ വിരിച്ചു നൽകി സ്നേഹം പങ്കിട്ട ഇന്ത്യയുടെ സ്നേഹത്തിന്റെ മണ്ണ്. പൊന്നാനിയിലെ അലവിയും ഗോവിന്ദനും ജീവിച്ച കേരളത്തിന്റെ മണ്ണാണ്. നമ്മുടെ നാടിന്റെ സൗന്ദര്യമാണ്. പൊന്നാനിയിലെ അലവിയെയും ഗോവിന്ദനെയും നമ്മൾ വായിച്ചിരുന്നു. അലവി വരുന്നത് ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന്, ഗോവിന്ദൻ വരുന്നത് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന്. ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നാണെങ്കിലും ഗോവിന്ദൻ മുഴു പട്ടിണിയാണ്. ഗോവിന്ദൻ പട്ടിണിയാണെന്നുള്ള വിവരം ആകെ അറിയാ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അലവിക്കാണ്. അലവി എന്ത് ചെയ്തു എന്നറിയോ? അലവിയുടെ വാപ്പക്ക് ഒരു കടയുണ്ട്. അലവി വാപ്പയുടെ കടയിൽ നിന്ന് എന്നൊരു പഴം മോഷ്ടിച്ചു കൊണ്ടുവരും. എന്നിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആ ഗോവിന്ദന് കൊടുക്കും. അലവി മോഷ്ടിച്ചു കൊണ്ടുവരുന്ന പഴം ഭക്ഷിച്ചുകൊണ്ട് ഗോവിന്ദൻ തന്റെ പശിയടക്കും, തന്റെ വിശപ്പടക്കും. ഇതിങ്ങനെ തുടർന്നപ്പോ ഒരു ദിവസം വാപ്പ പിടിച്ചു അലവി ഇങ്ങനെ പഴം മോഷ്ടിക്കുന്നത്. വാപ്പയോട് അലവി പറഞ്ഞില്ല, വാപ്പ ഇത് എനിക്ക് വേണ്ടിയല്ല, ഇതെന്റെ കൂട്ടുകാരന് വേണ്ടിയാണെന്ന് വാപ്പയോട് അലവി പറഞ്ഞില്ല. തന്റെ കൂട്ടുകാരന്റെ ദൈന്യത അവിടെ മറച്ചു വെച്ചു. ആ രണ്ടാളുകളും വളർന്നു. അലവി മലപ്പുറത്തു നിന്ന് വളർന്ന് മലപ്പുറത്ത് അറിയപ്പെട്ട ഒരു വലിയ മുസ്ലിം കാരണവരായി മാറി. ഗോവിന്ദൻ മലപ്പുറത്തു നിന്ന് വളർന്ന് കേരളത്തിന്റെ യശസ് ഉയർത്തിയ ഇടശ്ശേരി ഗോവിന്ദൻ എന്ന് പറയുന്ന മലയാളത്തിന്റെ വലിയ കവിയായി മാറി. അദ്ദേഹം പിന്നീട് ഒരു കവിതാ സമാഹാരം പുറത്തിറക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ വന്മല എന്നാണ് അതിന് അദ്ദേഹം പേര് കൊടുത്തത്. അതിൽ തന്റെ ബാല്യകാല സുഹൃത്തായ അലവിയെ സ്മരിച്ചുകൊണ്ട് ഇടശ്ശേരി ഗോവിന്ദൻ എഴുതിയ മനോഹരമായ ചില വാക്കുകളുണ്ട്. 100% ഞാനൊരു ആര്യക്കൂറും കൊടുമയുമുള്ള ഹിന്ദു, എങ്കിലും മാപ്പിളെ നീ എൻ അലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളൂ, കാഫിർ എന്നെ വിളിച്ചുകൊള്ളൂ, കുടുമ വെക്കാതെ കഴിഞ്ഞുകൊള്ളൂ, 100% മാപ്പിള പേരും പെരുമയും വെച്ചു പോറ്റു, നമുക്കൊന്നായി മുന്നോട്ട് പോയി നന്മയോ തിന്മയോ നേടാമൊപ്പമെന്ന് തന്റെ ബാല്യകാല സുഹൃത്തായ അലവിയെ സ്മരിച്ചുകൊണ്ട് ഇടശ്ശേരി ഗോവിന്ദൻ പാട്ടുപാടിയിട്ടുണ്ടെങ്കിൽ, കവിത ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ഈ സ്നേഹമാണ്, ഈ പാരസ്പര്യമാണ്, ഈ പങ്കുവെക്കലാണ് നമ്മുടെ നാട് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. നമ്മുടെ നാട്ടിൽ നിന്ന് ഹൈന്ദവ വിശ്വാസികൾ അവർ ശബരിമലയിൽ അയ്യപ്പനെ കാണുന്നതിന് വേണ്ടി തീർത്ഥാടന യാത്രക്ക് പോകുന്ന അനുഭവം നമ്മൾ ഓർക്കാറുണ്ട്. അങ്ങനെ പോകുമ്പോ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ ആദ്യം പോകുന്നത് എരുമേലിയിലെ വാവരുടെ അടുത്താണ്. എരുമേലിയിലെ വാവരെ കണ്ടിട്ടാണ് സ്വാമിയെ കാണുക. ഈ നാട് പങ്കുവെക്കുന്ന സ്നേഹത്തിന്റെ എത്രമാത്രം ഉദാഹരണങ്ങളാണ് നമുക്ക് പറയുവാനുള്ളത്. നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരവും നമ്മളുടെ അനുഷ്ഠാനവും ഒക്കെ നമ്മൾ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുമ്പോഴും അപരന്റെ കൂടെയുള്ളവന്റെ സഹോദരന്റെ വിശ്വാസത്തെയും അവന്റെ ആദർശത്തെയും അവന്റെ സ്വഭാവ